ഗൈസ് പറയുകയോ അങ്ങോട്ട് നോക്ക്, ഫോണിൽ നോക്ക്. റയ്യോടാ പോന്നേ. ഞങ്ങള് പാർക്കിൽ പോവാന്ന്. ഞാനും നെച്ചൊറ്റക്കാന്ന് പോകുന്നത് ബസ്സിൽ. അപ്പോൾ ഇന്നത്തെ പോക്കിൻ്റെ ഒരു നിലപാട് വെച്ച് ഇവരെ റൂമിൻ്റെ റയാൻ്റെ ഒക്കെ കളി വെച്ചിട്ട് വേണം ഈ പോക്കൊരു സ്ഥിരമാക്കാൻ. യെസ് റയ്യോ, ഇന്ന് നല്ലോണം നിന്നാ നമ്മൾ ഇനിയും പോട്ടോ, അല്ലെങ്കിൽ പപ്പയെ റാശിക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ പോകില്ല. ഓക്കെ, എന്തായാലും നമുക്ക് പോയി നോക്കാം. നല്ല വെയിലുണ്ട്, പക്ഷെ വെയിൽ പ്രശ്നമില്ല, കാരണം നല്ല കാറ്റുണ്ട്. ആ കാറ്റ് കൊണ്ട് നല്ലൊരു സുഖമുള്ള വെയിലാണ്. എന്തായാലും നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യാൻ പോവാണല്ലേ റയ്യോ. എടുക്കാനൊക്കെ പറയുന്നുണ്ട് ഗായ്സ്. പരിപാടി തുടക്കത്തിലേ പൊട്ടുമെന്നാണ് തോന്നുന്നത്. ബസ്സൊന്ന് വേഗം വന്നിരുന്നെങ്കിൽ. ഇതാണ് നമ്മളെ ക്യൂട്ട് പള്ളി, അടിപൊളി പള്ളിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ വില്ല ഉള്ള ഏരിയ, ആ വില്ലയാണ് നമ്മുടേത്. കാറ്റൂര, കാറ്റിനോട് പറയൂ ഊരല്ലേന്ന്. കാറ്റിനോട് പറയോ. ബസ് വരാ ഇനിയും. ബസ് വന്നു കാണിച്ചു. ഇപ്പൊ നമ്മുടെ ബസ് വന്നു. ബസ്സിന്റെ വരുന്ന നമ്മൾ ബസ് കയറിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗായ്സ്. ബസ്സിലെ സ്ക്രീനിൽ ഓരോ സ്റ്റേഷനും ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് അറിയാനങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പറഞ്ഞോടുക്ക്. എവിടെ എത്തിയേ? പാർക്കിലെത്തി. ഇനി നെച്ചുനെയൊക്കെ കണ്ടുപിടിക്കണം അല്ലേ അറിയോ? ഏത് പാർക്ക് അറിയോ? ഓക്കെ, ദിസ് വൺ വലിയ പാർക്കാണ് കേട്ടോ. ഞാനിവിടെ ഇരിക്കാൻ നെച്ചൊന്നും എത്തിക്കില്ല. അപ്പത്തും റയാൻ കളിക്കാൻ പോയിട്ടുണ്ട്. നല്ല തിരക്കുള്ള പാർക്കാട്ടോ, വലിയ പാർക്കാണ്. മാറയോ, പേടിക്കല്ലേ. അങ്ങനെ അതാ കുറേ കാത്തിരിപ്പിനൊടുവിൽ നെച്ച് എത്തിയിട്ടുണ്ട്. നെച്ച് എമ്മ കുഞ്ഞൊക്കെ എത്തിയിട്ടുണ്ട്. നെച്ച് ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നെച്ചിൻ്റെ വീട്. അപ്പോൾ അതാ എമ്മ കുഞ്ഞ് ഇവരെന്നെ എവിടെയാണ് കൊണ്ടുവന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നെച്ചു കുറച്ച് എനർജി ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലുള്ള എന്തോ പറയുന്നുണ്ട്. എന്തിനാണ് ചിരിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ കുറച്ചവിടെ ഇരുന്നപ്പോഴത്തേക്കും അവിത്താത്തെ അളിയനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ റയാനെ ഫീസുട്ടെല്ലാം നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. തണുപ്പുണ്ടാവില്ല എന്ന് വിചാരിച്ച് ജാക്കറ്റ് എടുക്കാണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ പ്രതീക്ഷകൾക്ക് അതീതമായിരുന്നു. ഭയങ്കര തണുപ്പാണ്. ഞാനിങ്ങനെ എമ്മ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓളെ ടർക്കിയിട്ടാണ് കൊണ്ട്, എന്നിട്ടും ഭയങ്കര തണുപ്പാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. പിന്നെ എമ്മ കുഞ്ഞിൻ്റെ ക്ഷമ നശിച്ച് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നെച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. റയാനും റൂമിയൊക്കെ എങ്ങോട്ടോ പോയിട്ടുണ്ട്. പിന്നെ ആകെ ഒരു പേടി ഇവിടുന്ന് കുട്ടികൾ കളിക്കുന്നുണ്ടാവും, ബോൾ വന്ന് അടിക്കുമെന്നാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ റയാനൊന്നും കാണാണ്ടായിപ്പോയി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ്.